അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേസി റോഡ് മുഹീദ്ദീൻ സിനാൻ ഫാദിൽ ഉസ്താദിൻ്റെ മരണം ഇന്ന് രാവിലെ 6:15 നടന്നൊരു അപകടത്തിൽ ഉസ്താദിനും ഇന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഖബർ വിശാലമാക്കട്ടെ. ഈ മരണ വാർത്ത കുടുംബം അറിഞ്ഞാൽ എങ്ങനെ താങ്ങും എന്നറിയില്ല പ്രിയപ്പെട്ടവരെ. ചെറിയ പ്രായമാണ്, 28 വർഷം. ഈ അടുത്താണ് വിവാഹമൊക്കെ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ വിവാഹം ചടങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. ഒരു മരണം വല്ലാത്ത വേദനിച്ചു കേട്ടപ്പോൾ. ഈ വാർത്ത നിങ്ങളിലേക്ക് എങ്ങനെ അറിയിക്കണമെന്ന് അറിയില്ല. ഇത്തരത്തിലുള്ള മരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇടയ്ക്കിടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ജീവിതം എവിടെ എങ്ങനെ അസ്തമിക്കുമെന്നും പറയാൻ പറ്റൂല. കാരണം ഇന്ന് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് പോകുന്നത്. റമദാനൊക്കെ കഴിഞ്ഞു. ഇനി വിദ്യാർത്ഥികൾ മദ്രസയുടെ മക്കളുടെ ആ ഓരോ ചിന്തകളും സ്വപ്നങ്ങളുമായി പോയ ഉസ്താദ് നേരെ ആ സ്വപ്നങ്ങളെല്ലാം അദ്ദേഹം ബന്ദിയോടിലെത്തുമ്പോൾ അത് അവസാനിച്ചു, അതോടുകൂടി തീർന്നു. അദ്ദേഹം ഒരു ലോറിയിലിടിച്ച് പെട്ടെന്നുള്ള ഈ മരണ വാർത്ത എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത സങ്കടപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതുപോലെ മാതാപിതാക്കൾ, ആ പിഞ്ചു പൈതൽ അവർ എങ്ങനെ സഹിക്കും? തൻ്റെ കുട്ടിയുടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വന്ന് പിരിഞ്ഞ്, അതായത് നാട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് പറയാൻ കേട്ടു. വല്ലാത്ത സങ്കടമായി. ചെറിയ പ്രായമാണ്. നോക്കൂ, ആ കുടുംബത്തിന് ഇത് താങ്ങാനും സഹിക്കാനുമാവാത്ത അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള മരണം വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്നും എപ്പോഴും ആ കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം. കാരണം ഒരു മുഅ്മിനിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്, മുത്തായ റസൂൽ പറഞ്ഞത്, മസൽ മുഅ്മിനിൻ്റെ ഉദാഹരണം ഒറ്റ ശരീരം പോലെയാണ്. ഒരു ശരീരം എങ്ങനെയാണ്? അതിൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു വേദന സംഭവിച്ചാൽ ആ ശരീരം അതിനുവേണ്ടി ഉറക്കമൊഴിച്ച് ഇത്രത്തോളം ത്യാഗം ചെയ്യുന്നുണ്ടോ, ഇത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടോ? അതുപോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത വേദനയായാൽ നമ്മുടെ കണ്ണിന് ഉറക്ക വരുമോ? നമ്മുടെ കാലിന് എന്തെങ്കിലും ഒരു വേദനയായാൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുമോ? അതുപോലെയാണ് മുഅ്മിനിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത്, ഒരു മുഅ്മിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത്. ഈ ഒരു സങ്കടം, ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് വേദനിച്ച് അവർക്കൊരു ഫാത്തിഹ ഓതാൻ, ആ കുടുംബത്തിൻ്റെ ആ സങ്കടം സഹിക്കാൻ വേണ്ടി പ്രത്യേകമായുള്ള പ്രാർത്ഥനകൾ നമുക്ക് നടത്താൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മുഅ്മിൻ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എന്നും നമ്മുടെ ഈ മരണ വാർത്തകൾ മറ്റുള്ളവർക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ആൾക്കാരൊക്കെ മരണത്തിൽ ആ മയ്യത്ത് നമസ്കാരത്തിലൊക്കെ ഭാഗിയാകുന്നത് നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് ഈ പെട്ടെന്ന് നടന്ന ഈ ഒരു അപകടം എൻ്റെ പ്രിയപ്പെട്ടവരെ താങ്ങാനോ, വാട്സപ്പിലേക്ക് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞെട്ടിയിരിക്കും. 28 വർഷം എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കയറുന്നേ ഉള്ളൂ. ആ സമയത്ത് തന്നെ എല്ലാം സ്വപ്നങ്ങൾ അസ്തമിച്ചു. ഇതാണൊരു മനുഷ്യൻ്റെ അവസ്ഥ. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാകില്ല ഞാൻ പള്ളിയിലേക്ക് എത്തുമെന്നുള്ള ഒരു വിചാരണ പോലും അദ്ദേഹത്തിന് ഞാൻ പള്ളിയിലേക്ക് പോലും എത്തൂലെന്ന് പോലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ആ സമയത്താണ് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം വരുന്നത്. യാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആ ഭാര്യ, ആ കുടുംബത്തിന് അല്ലാഹു ഈ ഒരു പരീക്ഷണം താങ്ങാനും തരണം ചെയ്യാനുള്ള ശക്തി, ക്ഷമ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നൽകട്ടെ. സാധിക്കുന്നവർ ഒരു ഫാത്തിഹ, യാസീൻ സാധിക്കുന്നവർ അങ്ങനെ ഒരു തഹ്ലീലെങ്കിൽ പറഞ്ഞ് ആ കുടുംബത്തിന് സമാധാനം, നിയന്ത്രണം വിടാതിരിക്കാൻ. കാരണം ഈ വാർത്തകൾ ഒരിക്കലും സഹിക്കാനോ താങ്ങാൻ പറ്റൂല. ഇതെപ്പോഴാണെന്ന് അറിയോ? നമ്മുടെ കുടുംബങ്ങൾ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. മുസ്ലിമീങ്ങൾക്ക് എവിടെയും ഏത് സങ്കടമുണ്ടായാൽ നമ്മുടെ പ്രാർത്ഥനയും ദുആയും എപ്പോഴും ഉണ്ടാകണം. അയാൾ ഏത് നാട്ടുകാരനാവട്ടെ, ആരുമാകട്ടെ, നമ്മുടെ സഹോദരനാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ പരസ്പരം സഹോദരന്മാരാണ്. അവർ ഒറ്റ ശരീരം പോലെയാണ്. അവരുടെ സങ്കടത്തിലും പ്രയാസത്തിലും നാം എന്നും എപ്പോഴും ഭാഗിയാകണം. നമ്മുടെ പ്രാർത്ഥനകൾ അവരെ കൂടെ ഉണ്ടാകണം. അല്ലാഹ് നമ്മുടെ പ്രിയങ്കരനായ ഫാദിൽ ഉസ്താദിന് ഇത് പൊരുത്തു കൊടുക്കുക റഹ്മാനെ. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. കുടുംബത്തിന് റബ്ബേ ഈ ഒരു പരീക്ഷണം അല്ലാഹ് സഹിക്കാനും താങ്ങാനുള്ള ശേഷി നീയല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല റബ്ബേ. ആ കുടുംബത്തെ, ആ പിഞ്ചു പൈതലിനെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റും? പ്രിയപ്പെട്ട ഉപ്പയെ കേൾക്കുമ്പോൾ എങ്ങനെ ആ ഉമ്മ ആരെ കാണിച്ചു കൊടുക്കും? അല്ലാഹ് നീ തന്നെ ഒരു പ്രത്യേകമായ നിൻ്റെ ആ ഒരു ക്ഷമയുടെ ശക്തി ആ കുടുംബത്തിന് നൽകി
അള്ളാഹുവെ കുടുംബത്തിന് ഈ ഒരു പരീക്ഷണം താങ്ങാനുള്ള ശേഷി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഉന്നതമായ ദർജ പരലോകത്ത് നൽകണേ റഹ്മാനെ. ആ ഉസ്താദ് മനസ്സിൽ വെച്ച ആ സ്വപ്നങ്ങൾ ആ കുടുംബത്തിന് നിറവേറ്റാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെ പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉണ്ടാകണമെന്ന് പ്രത്യേകമായി എൻ്റെ പ്രിയപ്പെട്ട പറയുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ കുടുംബത്തിന് സന്തോഷം, ഈ ഒരു പരീക്ഷണം അള്ളാഹു പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉസ്താദിൻ്റെ എത്ര മരണങ്ങളാണ് ഈ അടുത്ത് നടന്നത്, എത്ര ചെറിയ കൂടുതൽ ആലിമ്യങ്ങളുടെ മരണമാണ് കേൾക്കാൻ കൂടുതൽ നമുക്ക് ഈ വർഷം സാധിച്ചത്. ഒരുപാട് ആലിമ്യങ്ങൾ അപകടത്തിലും പല വിധത്തിലും മരണപ്പെട്ട വാർത്തകൾ നാം കേട്ടു. അള്ളാഹു എല്ലാവർക്കും പൊരുത്തു കൊടുക്കട്ടെ, എല്ലാവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.